എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ജോബ് റോൾസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് സ്പെഷ്യലി ഫ്രഷേഴ്സിനുള്ള ജോബ് റോൾസ് ആണ്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിടണം. കാരണം എന്നാലാണ് ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ എത്രയും പെട്ടെന്ന്. കാരണം ഈ വീഡിയോ എത്രയും പെട്ടെന്ന് കണ്ടാലാണ് അത് യൂസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ഒരു 2 മാസം കഴിഞ്ഞ് കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആവില്ല മോസ്റ്റ്ലി. കാരണം ചിലപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന ജോബ് റോൾസ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നവരൊന്ന് സ്പെഷ്യലി ഞാൻ ആദ്യം തന്നെ അതാണ് പറയുന്നത്, ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വീഡിയോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് 4 to 5 ജോബ് റോൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും പെട്ടെന്ന് കണ്ടു നോക്കുക. ഡിസംബറിൽ തന്നെ അതും ചിലപ്പോൾ പൊസിഷൻസ് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ജോബ് റോൾ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത് ടിക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറഞ്ഞൊരു ജോബ് റോളാണ്. ഇത് എനിക്ക് കിട്ടിയത് ഇന്ത്യൻ ജോബ് പോർട്ടലിൽ നിന്നാണ് കേട്ടോ. പിന്നെ ജോബ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം ആണ്. സ്പെഷ്യലി ഫ്രഷേഴ്സിനാണ് ഈ ഒരു ജോബ് ഹയർ ചെയ്യുന്നത്. പിന്നെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ആണ്. ഓൺ സൈറ്റ് ആണ് കേട്ടോ, റിമോട്ടും ഹൈബ്രിഡും ഒന്നും അല്ല, ഓൺ സൈറ്റ് ജോബ് റോളാണ്. കാലിക്കറ്റിൽ, കോഴിക്കോടിലാണ്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ബേസിക്കലി ടിക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറയുമ്പോൾ ഈ എയർലൈൻ ടിക്കറ്റ്സ് മാനേജ് ചെയ്യുക, ടിക്കറ്റ്സ് എടുക്കുക, ക്യാൻസലേഷൻ, പിന്നെ ക്ലയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെയാവും ബേസിക്കലി ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, പിന്നെ ലാംഗ്വേജസ് റിക്വയർഡ് ഇംഗ്ലീഷ് കമ്പൽസറി ആണ്. പിന്നെ ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പേയ്മെൻറ്റ് അതിൽ മെൻഷൻ ചെയ്തിരുന്നത് 10 to 15 ആണ് പെർ മന്ത് അതിൽ മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു റേഞ്ചാണ് ഫോർ ഫ്രഷേഴ്സിന്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വർക്കിംഗ് ഹവേഴ്സ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ആവും, ഒന്നും മെൻഷൻഡ് അല്ല. അപ്പോൾ നമ്മുടെ നോർമൽ ജനറൽ ഷിഫ്റ്റ് ആവും. ഓക്കെ, കമ്പനി സ്കൈ ബുക്ക് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് ട്രാവൽ സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ് കേട്ടോ. ട്രാവൽ ഇന്റർനാഷണൽ ബുക്കിംഗ്സും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. വർക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ലിങ്കിൽ. അപ്പോൾ നോർമലി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അതാണ് ഒന്നും മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റോൾ. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് ജോബ് റോൾ വരുന്നത് HR ഇന്റേൺ പറഞ്ഞ ജോബ് റോളാണ്. ഇതൊരു ഇന്റേൺഷിപ്പ് ആണ്. 6 months ആണ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ ഓൺ സൈറ്റ് ആണ് കേട്ടോ, ഫുൾ ടൈം നമ്മൾ ഓഫീസിൽ പോയിട്ട് തന്നെ വർക്ക് ചെയ്യണം. 5 days in a week എന്നാണ് മെൻഷൻ ചെയ്തിരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ HR ഇന്റേൺ പറയുമ്പോൾ നമ്മുടെ ബേസിക്കലി HRൻ്റെ എന്തൊക്കെ ടാസ്ക് ഉണ്ട് അതൊക്കെ ഇൻക്ലൂഡഡ് ആവും. ബേസിക് ടാസ്ക് ഒക്കെ ഇൻക്ലൂഡഡ് ആവും. പിന്നെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇത്, ഗ്രേറ്റ് റോൾ ഫോർ ഫ്രഷേഴ്സ്. പിന്നെ ലാംഗ്വേജസ് എഴുതിയത് ഇംഗ്ലീഷ് മസ്റ്റ് ആണ്, റിക്വയർഡ് ആണ്. പേയ്മെൻറ്റ് ഇത് പെയ്ഡ് ഇന്റേൺഷിപ്പ് തന്നെയാണ്. പക്ഷെ അതിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എമൗണ്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല, എത്രയായിരിക്കും എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ കമ്പനി WPP മീഡിയ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് അഡ്വർടൈസിങ് കമ്പനിയാണ്, അഡ്വർടൈസിങ് സർവീസസ് ഒക്കെ കൊടുക്കുന്ന കമ്പനിയാണ്. പിന്നെ വർക്ക് ലാപ്ടോപ്പ് ഒന്നും സ്പെസിഫൈഡ് അല്ല, പക്ഷേ മോസ്റ്റ്ലി ഇൻ ഓഫീസ് വർക്ക് ആയത് കാരണം ഓഫീസിലത്തെ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ലൊക്കേഷൻ സ്പെഷ്യലി വരുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലുള്ളവർ പ്രത്യേകിച്ച് പ്ലീസ് ടു ട്രൈ ഔട്ട്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കമ്പനി നല്ലൊരു കമ്പനിയാണ് കേട്ടോ. പിന്നെ ഇതിൽ സ്കിൽ റിക്വയർമെൻറ്റ് അവർ എഴുതിയത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ HR. അപ്പോൾ MBA in HR അങ്ങനെയൊക്കെ ജസ്റ്റ് കഴിഞ്ഞിരിക്കണവരാണെങ്കിൽ പ്ലീസ് ടു ട്രൈ ഔട്ട്, നല്ലൊരു വേക്കൻസിയാണ്. നല്ലൊരു എക്സ്പോഷർ കിട്ടാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, പിന്നെ ഒരു എലിജിബിലിറ്റി അവർ എഴുതിയത് അഥവാ നിങ്ങൾ HR ആയിട്ട് വർക്ക് ചെയ്തവർ ഒരു കരിയർ ഗ്യാപ്പ് എടുത്തിട്ട് ഒരു ബ്രേക്കായി നിങ്ങളുടെ ഒരു കരിയറിൽ എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ, പുതിയ ജോബ്സിന് നോക്കുന്നവരാണെങ്കിൽ അവരും ഈ ഒരു റോളിന് എലിജിബിൾ ആണ് കേട്ടോ. പിന്നെ സ്ട്രോങ് എക്സൽ സ്കിൽസ് മസ്റ്റ് എഴുതിയിട്ടുണ്ട്, ജനറലി അറിയണം. ഓക്കെ, പിന്നെ പവർ BI ടൂൾ ഒരു പ്ലസ് ആണ്, അറിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ജോബ് റോളിന്. പിന്നെ എഴുതിയത് AI ടൂൾസിൻ്റെ ഒരു എബിലിറ്റി ടു യൂസ്. പിന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, HRൻ്റെ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതൊരു മെയിൻ കാര്യമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു റോളിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോബ് റോളിൻ്റെ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി തേർഡ് റോൾ വരുന്നത് കൺസൾട്ടൻറ്റ് പറഞ്ഞൊരു റോളാണ്. ഇത് ഫുൾ ടൈം ആണ്. പിന്നെ റിമോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെ വെച്ചാലും നിങ്ങളുടെ കംഫർട്ട് പ്ലേസിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു റോളാണ്, റിമോട്ട് ജോബാണ്. ഇപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാവരും റിമോട്ട് ജോബ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിമോട്ട് ജോബാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ അതിൽ എഴുതിയത് ഹാൻഡിൽ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. കൺസൾട്ടൻറ്റ് റോൾ ആകുമ്പോൾ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുക, പിന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുക, അവർക്കൊരു സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു റോളാണ്. പിന്നെ ലാംഗ്വേജ് റിക്വയർഡ് അതിൽ എഴുതിയത് എക്സലൻറ്റ് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മസ്റ്റ് ആണ്. പേയ്മെൻറ്റ് നല്ലൊരു പേയ്മെൻറ്റ് ഉണ്ട്, 35,000 to 38,000 പെർ മന്ത് ആണ് മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു വേക്കൻസിയാണ്. കംപ്ലീറ്റ് ഫ്രഷേഴ്സ് അല്ല ഇതിൻ്റെ റിക്വയർമെൻറ്റ്, മിനിമം 1 year ഉള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. അവർ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കും മിനിമം 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. ഓക്കെ, വർക്ക് ഹവേഴ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് 8 AM to 4 PM. അപ്പോൾ വർക്ക് ഹവേഴ്സും നല്ലൊരു വർക്കിംഗ് ഹവേഴ്സ് ആണ്. 8 AM to 4 PM പറയുമ്പോൾ 4 PM നമ്മൾ ഫ്രീ ആയി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു സമയമാണ് വർക്കിംഗ് ഹവേഴ്സ്. കമ്പനി ഇത് AI സെർച്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡർ ആണ് കേട്ടോ. സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്.
പിന്നെ വർക്ക് ലാപ്ടോപ്പ് അതിൽ സ്പെഷ്യലി എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓൺ ലാപ്ടോപ്പ് ഇസ് മാൻഡറ്ററി എന്നാണ്. റിമോട്ട് റോൾ ആയത് കാരണം സ്വന്തം ലാപ്ടോപ്പ് ഇതിൽ ഈ ഒരു റോളിന് മാൻഡറ്ററി ആണ്. ഇതും ലിങ്ക്ഡിൻ നിന്നാണ് ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ജോബ് വേക്കൻസി വരുന്നത് ഫൈനാൻസ് ട്രെയിനർ എന്ന് പറഞ്ഞൊരു റോളാണ് കേട്ടോ. ഇത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലുണ്ട്. മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, തുംകൂർ എവിടെയെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പിന്നെ റോള് വരുന്നത് ഫൈനാൻസ് ട്രെയിനർ, ഫുൾ ടൈം റോളാണ്. ഓൺസൈറ്റ് ആണ് കേട്ടോ, ഇൻ ഓഫീസാണ്. ഒന്നും മെൻഷൻഡ് അല്ല, അപ്പോൾ അത് ഓൺസൈറ്റ് തന്നെ ആയിരിക്കണം. കാരണം റിമോട്ടോ ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ അതിൽ സ്പെഷ്യലി എടുത്ത് അവർ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഓൺസൈറ്റ് ആയിരിക്കും. ഈ എല്ലാ ലൊക്കേഷൻസിലും ഈ ഒരു വേക്കൻസി അവൈലബിൾ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഫൈനാൻസ് ട്രെയിനർ പറയുമ്പോൾ ഫൈനാൻസിൻ്റെ ട്രെയിനിങ് സെഷൻസ് എടുക്കുക, ലേണേഴ്സിനെ മെൻറ്റർ ചെയ്യുക, അങ്ങനെ ട്രെയിനിങ് ഡെലിവർ ചെയ്യുക, അതന്നെ. ഓക്കെ, പിന്നെന്താണ്, ലാംഗ്വേജസ് റിക്വയർഡ്, ഇംഗ്ലീഷ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ് ആണ്. പേയ്മെൻറ്റ് ഇതിലൊന്നും മെൻഷൻഡ് അല്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വർക്കിംഗ് ഹവേഴ്സും മെൻഷൻഡ് അല്ല ഒന്നും, അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അതിനെക്കുറിച്ച്. കമ്പനി വരുന്നത് TNS ഇന്ത്യ ഫൗണ്ടേഷൻ എന്നൊരു പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെലിവർ ചെയ്യുന്ന അങ്ങനെ ഒരു കമ്പനിയാണ്. യങ് പീപ്പിൾസിനും പിന്നെ വുമൻസിനും അങ്ങനെയൊക്കെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ്. അത്ര വലിയ കമ്പനിയല്ല, ചെറിയൊരു കമ്പനിയാണ്. വർക്ക് ലാപ്ടോപ്പ് ഒന്നും മെൻഷൻഡ് അല്ല. പിന്നെ ട്രെയിനിങ് സെഷൻ ആണല്ലോ, അപ്പോൾ വർക്ക് ലാപ്ടോപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല മോസ്റ്റ്ലി. പിന്നെ ക്വാളിഫിക്കേഷൻ അതിൽ എഴുതിയിരുന്നത് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻസ് ഫീൽഡിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഫൈനാൻസ് ഫീൽഡ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഫ്രഷേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് എടുക്കുന്നത്. പക്ഷേ ഫൈനാൻസിൽ എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ആയാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരു മസ്റ്റ് ആണ്. പിന്നെ ടീച്ചിങ് ഓർ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ളവരും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 4 ജോബ് റോൾസ് കണ്ടു. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ ലിങ്ക്സും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാതും ലിങ്ക്ഡിനും ഇൻഡീഡിനും പറഞ്ഞൊരു പോർട്ടലിൽ നിന്നാണ് കേട്ടോ. ഇത് രണ്ടും ജോബ് പോർട്ടൽസ് ആണ്, ജെന്യൂൻ ജോബ് പോർട്ടൽസ് ആണ്. ഈ 2 ജോബ് പോർട്ടൽസാണ് ഞാൻ ഈ ജോബ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ജോബ് പോസ്റ്റാണ്. ഓക്കെ, ലിങ്ക്ഡിനിലും ഇൻഡീഡിലൊക്കെ കണ്ടുവരുന്ന പോസ്റ്റുകളാണ് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഹയർ ചെയ്യണതോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള അങ്ങനെയുള്ള കമ്പനീസോ ഒന്നുമല്ല. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യാൻ നിങ്ങൾ HR ആയിട്ടും അല്ലെങ്കിൽ കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ ആ ഒരു ജോബ് വേക്കൻസിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ബെനിഫിഷ്യൽ ആയെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കണം. കാരണം എന്നാലാണ് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ അവരുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുള്ളൂ. ഓക്കെ, കാരണം ഈ വീഡിയോസൊക്കെ പെട്ടെന്ന് ഈ ജോബ് റോൾസൊക്കെ പെട്ടെന്ന് ക്ലോസ് ആവും. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരുടെ അടുത്തേക്ക് എത്തണം, ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് എത്തണം, എന്നാലാണ് അവർക്ക് ബെനിഫിഷ്യൽ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.